ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പാട്ട് വ്ളോഗ്സ് എന്ന എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ എൻ്റെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എൻ്റെ വീട്ടിൽ അടവെച്ച കോഴിക്കുഞ്ഞുങ്ങളാണ്. ഇത് മുന്നത്തെ വീഡിയോയിലും കാണിച്ചിരുന്നു. ഇപ്പോൾ ഒരു മാസമായി 3 കുഞ്ഞുങ്ങൾ തന്നെ ഉള്ളൂ. നല്ല അടിപൊളിയായിട്ട് നല്ല ഓടിച്ചാടി നടക്കുന്നുണ്ട്. പിന്നെ ഒരു 20 ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഇതിലെ കോഴിക്കുഞ്ഞുങ്ങളൊക്കെ മണ്ണിലേക്ക് ഇറക്കാറുള്ളത്. അതിന് മുന്നേ ഇറക്കാറില്ല. അപ്പം കഴിയുന്നതും മണ്ണിലേക്ക് ഇറക്കാതെ നോക്കുകയാണ് നല്ലത്. ഞാൻ പിന്നെ അങ്ങനെ കോഴിൻ്റെ കൂടൊക്കെ അയച്ച് വിടുകയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ ഇതുപോലെ മണ്ണിലേക്കൊന്ന് വിടാത്ത രീതിയിൽ നല്ല രീതിയിൽ നോക്കുകയാണെങ്കിൽ വിരശല്യമൊന്നും പെട്ടെന്ന് അവർക്ക് പിടിപെടാതൊക്കെ കഴിയും കേട്ടോ. അപ്പോൾ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് അതുപോലെ സാധാ കൂട്ടിലൊക്കെ ഇട്ട് വളർത്തുകയാണെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് ഒന്നുകൂടി ഗ്രോത്തും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് അസുഖമൊന്നും പെട്ടെന്ന് പിടിപെടില്ല. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ എല്ലാവരും ശ്രദ്ധിച്ച് ചെയ്യുക. പിന്നെ ഞാൻ ഈ ഒരു 11 മുട്ടയാണ് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നത് കോഴിപ്പാൻ പെട്ടെന്ന് കയറിയ മൂലം കുഞ്ഞുങ്ങൾ പെട്ടെന്ന് ചത്തു പോവുകയാണ് ഉണ്ടായത്. അപ്പോൾ അങ്ങനെ ബാക്കിയുള്ള 8ഓളം കുഞ്ഞുങ്ങൾ അങ്ങനെ ചത്തുപോയി പെട്ടെന്ന് തന്നെ 2-3 ദിവസത്തിൻ്റെ ഉള്ളിൽ. ബാക്കിയുള്ള 3 കുട്ടികൾ അന്നുള്ളതാണ്. ഒരു പരിധി വരെയൊക്കെ അവർ രക്ഷപ്പെട്ട് ഇപ്പം നല്ല അടിപൊളിയായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. ഇപ്പോൾ എല്ലാ അസുഖങ്ങളും എല്ലാം ഒന്നുമില്ല. കറക്റ്റ് നല്ല മരുന്നും കാര്യങ്ങളൊക്കെ കൊടുത്ത് അവരെ ഒരു പരിധി വരെയൊക്കെ ഇങ്ങനെ നല്ല രീതിയിൽ കൊണ്ടുവന്ന് ഇപ്പം ഫുള്ളും എല്ലാ കോഴിക്കുഞ്ഞുങ്ങൾക്കും ഒരു കുഴപ്പമില്ലാതെ മുന്നോട്ട് പോകുന്നുണ്ട്. പിന്നെ മഴക്കാലമായതിനാൽ കോഴിക്കുഞ്ഞുങ്ങളുടെ കൂടൊക്കെ വളരെയധികം വൃത്തിയായി സൂക്ഷിക്കുക. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. അപ്പോൾ ഞാൻ വിടുന്ന പുതിയ വീഡിയോകളൊക്കെ നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. വീണ്ടും ഇതുപോലത്തെ ചെറിയ വീഡിയോകളുമായിട്ട് വരാം. അതുവരെ നന്ദി, നമസ്കാരം.